कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे തീർത്ഥാടനത്തിൻ്റെ ഒരധ്യായം കൂടി, ഒരു ദിവസം കൂടി. ഇതാ സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞു. ഈ ഉദയത്തിനൊപ്പം ഒരു ദിവസത്തെ, ഒരു ഗ്രാമത്തെ, ഒരു ദേശത്തിൻ്റെ ചരിത്രത്തെ, സംസ്കാരത്തെ, അവിടെ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തെ കാണുവാനുള്ള അവസരവും നമുക്ക് കൈവന്നിരിക്കുകയാണ്. നമ്മുടെ യാത്രകൾ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ നഗരമാണ് ഒരു യക്ഷിയെപ്പോലെ എല്ലാവരെയും ആകർഷിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ യാത്രകളിൽ നാം മനസ്സിലാക്കുന്നത് ഗ്രാമമാണ് ഒരു ദേവതയെപ്പോലെ നമ്മിലേക്ക് നന്മ പകർന്നു തരികയും നമ്മെ ആകർഷിച്ചു കൊണ്ടുമിരിക്കുന്നത്. ഓരോ കാഴ്ചകളായി കണ്ട്, ഒരരയാൽ കൂടി കണ്ട്, വീണ്ടും ഒരു ക്ഷേത്രം കൂടി കണ്ട്, അങ്ങനെ യാത്ര മുന്നോട്ട് പോയാൽ ഈ ഒരു ഗ്രാമത്തിന് ഒരുപാട് ചരിത്രവും സംസ്കാരവും പറയുവാനുണ്ട് എന്ന് മനസ്സിലാകും. അതിലൊരു പ്രധാന കാരണം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ക്ഷേത്ര ചരിത്രം മനസ്സിലാക്കുന്നവർ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇന്ന് ഈ ഗ്രാമത്തിൽ വീണ്ടും ഒരു പ്രഭാതം തുടങ്ങുന്നതിനുള്ള കാരണം അടങ്ങിയിരിക്കുന്നത്. ഈ ദിവസം എങ്ങനെ ആരംഭിക്കാം? ചിന്താമൃതത്തിനൊപ്പം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കള്ളം പറയാതെ സത്യത്തിൽ മാത്രം അടിയുറച്ച് ഒരു ജീവിതം നയിക്കുവാൻ നോക്കുക. കലിയുഗത്തിൽ സത്യനിഷ്ഠയാണ് ഏറ്റവും വലിയ തപസ്. അമ്മയുടെ വാക്കുകളിലൂടെ തപസ്സിന്റെ മഹത്വം അറിയുവാൻ നമുക്കാകട്ടെ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന പൂരങ്ങളുടെ നാടായ, ഗജകേസരിമാരുടെ നാടായ തൃശ്ശൂരിലാണ് നാം നിൽക്കുന്നത്. തൃശ്ശൂരിൻ്റെ ഗ്രാമസൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ പുരാതനമായ കേരളീയമായ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാഴ്ചകൾ മാത്രമേ ഇവിടെ കാണുവാനാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ മനകളും പരമ്പരാഗതമായ തറവാട് വീടുകളുമൊക്കെ നമുക്ക് കാണുവാനാകുന്നത് തൃശ്ശൂർ ജില്ലയിലും ഷൊർണൂറിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഒരു യാത്രയിൽ ഒരു മന കാണുന്നു നാം. അതായത് അതിമനോഹരമായ വഴികളിലൂടെ ആല് കടന്നു ചെന്നാൽ അങ്ങ് ദൂരെയായി കാണുവാനാകുന്ന മന.
ദൂരെ കാഴ്ചയിൽ നിന്ന് തന്നെ ഈ മനയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നും, അല്ലെങ്കിൽ ഈ കാഴ്ച തീർച്ചയായും കേരളത്തിൽ വസിക്കുന്ന നമുക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്ത് വസിക്കുന്ന കേരളീയതയെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് കൂടി തീർച്ചയായും ഈ കാഴ്ച എത്തിച്ചു കൊടുക്കണമെന്ന തോന്നലുമാണ് ഇന്ന് ഇവിടേക്ക് എത്തുവാനുള്ള കാരണം. മലയുടെ മക്കളുടെ മാത്രം നാടായിരുന്നു, കാടിൻ്റെ മക്കളുടെ മാത്രം നാടായിരുന്ന ഒരു ദേശം കേരളം. ഈ കേരളം എങ്ങനെ ഉണ്ടായി വന്നു എന്ന അന്വേഷണം പലതരത്തിലുള്ള ചരിത്രപരമായ അന്വേഷണങ്ങളിലേക്കും അല്ലെങ്കിൽ ചരിത്രപരമായ കണ്ടെത്തലുകളിലേക്കും തീർച്ചയായും നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. കന്യാകുമാരി മുതൽ ഗോകർണം വരെ പടർന്നു കിടന്ന ഒരു ദേശത്തിൻ്റെ ചരിത്രത്തെ അങ്ങനെ പല രീതിയിലും നാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളികളിൽ അധികം പേർക്കും പരശുരാമൻ സൃഷ്ടിച്ചതാണ് കേരളമെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. പരശുരാമൻ നിർമ്മിതമായ അല്ലെങ്കിൽ സൃഷ്ടിച്ച കേരളത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ക്ഷേത്രപ്രദേശങ്ങളിലേക്കും എത്തുമ്പോൾ കാഴ്ചകൾ നമ്മെ ആകർഷിച്ചത് കൊണ്ടാണ് ഈ ദേശത്ത് ഈ ഗ്രാമത്തിൽ നാം എത്തിയതെന്ന് പറഞ്ഞുവല്ലോ. തീർച്ചയായും ഉള്ളിലൊരു പ്രത്യേകിച്ചുള്ളൊരു തരംഗമുണ്ട്, നന്മയിലേക്ക് നമ്മെ ആകർഷിക്കുന്ന തരംഗം. ആ തരംഗം തന്നെയാണ് ഇവിടേക്ക് നമ്മെ കൊണ്ടുവന്നതെന്ന് ഇപ്പോൾ ബോധ്യമാകും. കാരണം നാം വരുന്ന വഴിയിൽ തന്നെ അതിമനോഹരമായൊരു കാഴ്ച നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പ്രകൃതി അതിൻ്റെ കനിവ് നമ്മിലേക്ക് എത്തിക്കുകയാണ് കാഴ്ചകളായി. കാഴ്ചകളുടെ മനോഹാരിതകൾ നമുക്കായി ഒരുക്കിയ ദൈവത്തിന് തീർച്ചയായും നന്ദി പറയണം. ഇതാ ഈ ഒരു കാഴ്ച കണ്ടില്ലേ, പ്രത്യേകിച്ചൊരു ചരിത്രമോ സംസ്കാരമോ ഒന്നും പറയുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാദോരാതെ സംസാരിക്കുവാനോ ഒന്നും അവസരം നൽകുന്നൊരു കാഴ്ചയല്ല ഇത്. പക്ഷേ ഒരു വാക്കും പറയാതെ, ഒരു വാക്കും ഒന്നും പറയാതെ തന്നെ മനോഹാരിതയെ മുഴുവൻ ഒപ്പിയെടുക്കുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തിൽ നാം നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് നാം സഞ്ചരിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഉചിതമാകുന്ന രീതിയിലൊരു കാഴ്ച. പണ്ടേതോ കാലത്തൊരു ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ ഭാഗത്തെ ക്ഷേത്രക്കുളമോ അതല്ലെങ്കിൽ ഒരു വലിയ തറവാടിനടുത്തെ തറവാട് കുളമോ ആയിരിക്കണം ഇത്. പക്ഷേ ഈ ഒരു കുളവും അതിൻ്റെ ചുറ്റുപാടും സൃഷ്ടിക്കുന്ന അന്തരീക്ഷം, ഈ അന്തരീക്ഷത്തിന് പകരം വയ്ക്കുവാൻ വാക്കുകളെ കൊണ്ടാവില്ല, അത് തീർച്ചയാണ്. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ഊഹങ്ങളൊന്നും ഒരിക്കലും തെറ്റാറില്ല. വെറുതെ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ട്, ഒരു കുളത്തിൻ്റെ ഭംഗി കൊണ്ടുകൊണ്ട് വന്നതൊന്നുമല്ല നാം. കാരണം ഇവിടെ നിന്നൊരു ഊർജ്ജം നമ്മെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ മഹാക്ഷേത്രങ്ങളിലൂടെയും യാത്ര ചെയ്ത് അതിൻ്റെ ചരിത്രവും ഐതിഹ്യവും പറയുന്ന നാം വീണ്ടും വീണ്ടും പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു നാമമാണ് തരണനെല്ലൂർ എന്നത്. തരണനെല്ലൂർ, താഴമൺ എന്നിങ്ങനെ 2 കുടുംബങ്ങൾ താന്ത്രിക ചുമതലയുള്ള പുരാതനമായ ധാരാളം ക്ഷേത്രങ്ങളിൽ നാം ചെന്നിട്ടുണ്ട്. തരണനെല്ലൂർ കുടുംബത്തിൻ്റെ മൂലകുടുംബത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നാം കണ്ട ആ വലിയ പറമ്പും ക്ഷേത്രക്കുളവും എല്ലാം ഈ തരണനെല്ലൂർ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് പടിഞ്ഞാറേ മന എന്നാണ് ഈ ഒരു മന അറിയപ്പെടുന്നത് എങ്കിലും തരണനെല്ലൂർ കുടുംബത്തിൻ്റെ മൂലകുടുംബമാണ് എന്നത് തന്നെയാണ് പ്രാധാന്യം. പല മഹാക്ഷേത്ര ഭൂമികളിലേക്കും യാത്ര ചെയ്ത നാം ഊർജ്ജത്തെയും തരംഗത്തെയും മനസ്സിലാക്കിയ നാം
ആ ഒരു യാത്രയിൽ നാം മനസ്സിലാക്കിയ മുഴുവൻ സന്ദേശങ്ങളും നമ്മെ ഇവിടെ ഈ ഗൃഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. ഈ മനയുടെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി നമ്മെ സ്വാഗതം ചെയ്യുകയായിരുന്നു. കാരണം എപ്പോഴും നമുക്ക് വഴികാട്ടിയാകുന്നത്, നമ്മിലേക്ക് ഊർജം പകരുന്നത് നന്മയുടെ മൂർത്തികൾ മാത്രമാണ്. തരണനെല്ലൂർ മനയുടെ അകത്തളങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിമനോഹരമായൊരു എട്ടുകെട്ടാണ് ഇത്. വളരെ വർഷം പഴക്കമുള്ള, ഒരു പക്ഷേ ഈ ദേശത്തിലെ ക്ഷേത്രങ്ങളെക്കാളൊക്കെ പഴക്കമുള്ള ഒരു മനയാണ് ഇത്. ആ മനയ്ക്ക് അത്രയും പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ തരണനെല്ലൂരിൻ്റെ മൂലകുടുംബമാണ്. അതായത് ആദ്യം തരണനെല്ലൂർ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ഭരണാധികാരികൾ താന്ത്രിക ചുമതല വേണ്ടവണ്ണം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വെച്ചാണ് തരണനെല്ലൂർ 4 കുടുംബങ്ങളായി പിരിഞ്ഞ് കേരളത്തിലെ പല ഭാഗങ്ങളിലെയും ക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത്. അങ്ങനെയുള്ള ആ ഒരു മൂലകുടുംബം, അതായത് ഏറെ വർഷങ്ങൾക്ക് മുൻപ് ഏറെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു മനയാണിത്. ഇന്ന് ഇക്കാലത്തും താന്ത്രികപരമായ ചുമതലകളിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ആ പൂജാതി കാര്യങ്ങളിൽ ശ്രേഷ്ഠമായ പൈതൃകത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പടിഞ്ഞാറെ മനയും വ്യത്യസ്തമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മനയ്ക്കുള്ളിൽ പ്രാർത്ഥനയുടെ മന്ത്രാക്ഷരങ്ങളാണ് എപ്പോഴും മുഴങ്ങി കേൾക്കുന്നത്. എട്ടുകെട്ടിനകത്തേക്ക് കടന്ന് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് തെക്കിനിയിലാണ്. തെക്കിനിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം പുരാതനമായ ഒരുപാട് കാഴ്ചകൾ. ഇവിടെ പ്രാർത്ഥനയുടെ അവസ്ഥകൾക്കൊപ്പം തന്നെ കേരളീയ സംസ്കാരത്തെയും പൈതൃകത്തെയും മനസ്സിലാക്കുവാനുള്ള, അതുപോലെ പഴമയുള്ള കാഴ്ചകൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ താല്പര്യങ്ങളെ ഉണർത്തുന്ന രീതിയിൽ ധാരാളം കാഴ്ചകൾ, ധാരാളം ഓടുകൊണ്ടുള്ള പാത്രങ്ങളും തടി കൊണ്ടുള്ള വസ്തുക്കളുമൊക്കെ കാണുവാനാകും. ഇനിയുമുണ്ട് ഒരു പ്രത്യേകത, അത് ഒരു ഐതിഹ്യമാണ്. താഴമണ്ണും തരണനെല്ലൂരും ഈ 2 കുടുംബത്തിൻ്റെയും പ്രത്യേകത നാം പറഞ്ഞു. പരശുരാമൻ മറ്റൊരു ദേശത്തു നിന്ന് ഇവിടേക്ക്, തെലുങ്ക് ദേശത്തു നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് അവർ. ഇവിടേക്ക് വരുന്നതിന് വേണ്ടി കാവേരി നദി മുറിച്ചു കടക്കുവാനായി അവരെത്തിയത്രേ. പക്ഷെ കാവേരി, കുത്തി ഒഴുകുന്ന കാവേരി കടന്നു വരിക അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ തന്നെ തരണനെല്ലൂരിലെ കാരണവരാകട്ടെ ഒരു വാഴയില വെട്ടി കാവേരി ജലത്തിന് മുകളിൽ വെച്ചിട്ട് നദി തരണം ചെയ്ത് വരട്ടെ എന്ന് പറഞ്ഞു. അത്രേ ആ വാഴയിലേക്ക് മുകളിൽ ഒഴുകി അദ്ദേഹം നദി തരണം ചെയ്ത് ഇക്കരയിലേക്ക് എത്തി. അങ്ങനെയാണ് തരണനെല്ലൂർ എന്ന പേര് വന്നത്. അപ്പോൾ തന്നെ താഴെമണ്ണിലെ കാരണവരാകട്ടെ താഴെ മണ്ണുണ്ടല്ലോ, ഞാൻ അതിലൂടെ വന്നോളാം എന്ന് പറഞ്ഞു. കാവേരിക്ക് അടിയിലെ മണലിൽ കൂടി അന്തർലീനമായി അദ്ദേഹം ഇക്കരയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ 2 കുടുംബങ്ങൾക്കും ഇങ്ങനെ പേരുണ്ടാകുന്നത്. കേരളത്തിലെ പുരാതനമായ ഏത് ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിയാലും താന്ത്രിക ചുമതല അല്ലെങ്കിൽ തന്ത്രിയുടെ പേര് പറയുമ്പോൾ നമുക്ക് ഈ 2 നാമങ്ങൾ വീണ്ടും വീണ്ടും പലതവണ ഉച്ചരിച്ചിട്ടുണ്ട്. തെലുങ്ക് ദേശത്ത് നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ അവിടെ അവരുടെ ആരാധനാമൂർത്തി നരസിംഹമൂർത്തി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ എട്ടുകെട്ടിലെത്തിയാൽ അതിമനോഹരമായ ഒരു ശ്രീലകം കാണുവാനാകും. ഈ ശ്രീലകത്ത് വസിക്കുന്നത് നരസിംഹമൂർത്തിയാണ്. തേവാരമൂർത്തിയായി നിലകൊള്ളുന്ന നരസിംഹമൂർത്തിയാണ് എന്നർത്ഥം. പടിഞ്ഞാറേ മനയുടെ നേരെ പുറകിലായി വളരെ വലുതായ ഒരു കാവുണ്ട് എന്നറിഞ്ഞ് കാവ് അന്വേഷിച്ചുള്ള യാത്രയിലാണ് നാം. കേരളത്തിലെ വലിയ കാവുകളിൽ വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ് ഈ കാവിന് എന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ടാണ് തീർച്ചയായും ഈ കാവ് കാണണമല്ലോ എന്ന് വിചാരിച്ച് കാവിൻ്റെ ദീപ്തമായ സങ്കല്പങ്ങളിൽ നിൽക്കുവാൻ നമുക്ക് ഏറെ ഇഷ്ടമാണല്ലോ. അങ്ങനെയാണ് കാവ് അന്വേഷിച്ച് വന്നത്. കാവ് പണ്ടുകാലത്തെ കാവുകളിൽ തറവാടുകളിൽ വളരെ നിഷ്കർഷയുണ്ടായിരുന്നു, കൊത്താനും കിളയ്ക്കാനും പാടില്ല എന്ന്. അത് അതേപടി തന്നെ അനുസരിച്ച് പോന്നിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥ. പക്ഷേ ഈ അവസ്ഥയിലും കാവിലേക്കാണ് നാം എത്താൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ഒരു മുഴുവൻ പൂർണ്ണതയും നമുക്ക് മനസ്സിലാക്കുവാനാകുന്നുണ്ട്. കാവുകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാവിനകത്തേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമ്മയുടെ മടിത്തട്ടിൽ നാം എത്രത്തോളം സുരക്ഷിതത്വം അനുഭവിക്കുന്നു അത്രത്തോളം സുരക്ഷിതത്വമാണ് ഏത് കാവിൽ നിന്നും നമുക്ക് അനുഭവിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാവുകളെ വെച്ച് അല്ലെങ്കിൽ കാവുകളുടെ ആ തണലിൽ നിന്ന് നാം ഏറെ വാചാലമായി കാവുകളിലെ സ്നേഹത്തെക്കുറിച്ച്, വേരുകളിലെ ബലത്തെക്കുറിച്ച്, അത് നമുക്ക് നൽകുന്ന ആത്മബോധത്തെക്കുറിച്ചൊക്കെ നാം വാദോരാതെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതാ വീണ്ടും ഒരിക്കൽ കൂടി അതിമനോഹരമായ സ്നേഹക്കാവ്. ഒരു നാഗക്കാവിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് മഞ്ഞളിൽ ആറാടി നിൽക്കുന്ന നാഗരൂപങ്ങളും പൂജയുടെ ഭാവത്തിൽ നിൽക്കുന്ന കാവിൻ്റെ കാഴ്ചകളുമൊക്കെയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
പൂജകൾ കൊണ്ട് പോലും മറ്റൊരു ജന്തുക്കളെയും ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി വർഷത്തിലൊരിക്കൽ മാത്രം പൂജകൾ നടത്തുന്നത് കാവിനുള്ളിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഗ്രഹമോ പൂജയുടെ രീതികളോ ഒന്നും ഇവിടെ കാണുവാനില്ല. വിഗ്രഹങ്ങൾ തന്നെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഇവിടങ്ങളിലായി കാണുവാനേ ആവുകയുള്ളൂ. വിഗ്രഹങ്ങൾ ഇളക്കുകയോ ഇളക്കി മാറ്റി പ്രതിഷ്ഠിക്കുകയോ ഒന്നും മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അത് അതിൻപടി തന്നെ ഇവിടെ അനുസരിച്ച് പോരുകയും ചെയ്യുന്നു. അത്യപൂർവമായ ഔഷധ സസ്യങ്ങളും വേരുകളും മരങ്ങളും ഒക്കെ കൊണ്ട് നിബിഡമായ ഈ കാവിനുള്ളിൽ അപൂർവമായ ധാരാളം കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു സാന്ദ്രത അല്ലെങ്കിൽ ഈ ഒരു ശാന്തി ഒരു തരത്തിലും ശല്യം ചെയ്യാതെ മനുഷ്യന് ഈശ്വരൻ നൽകുന്ന പ്രകൃതി നൽകുന്ന കനിവാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഈ തണലും സ്നേഹവും എന്നെന്നും വേണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കാവിൻ്റെ കാഴ്ചകൾ കണ്ട് ഈ പ്രകൃതിക്ക് മുന്നിൽ സമസ്ത ദൈവങ്ങൾക്ക് മുന്നിൽ 33 കോടി ദൈവങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് കടക്കാം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. നാഗരകാവ് കണ്ട് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാവിന് പുറകിലായി മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട് എന്നറിയുന്നത്. അങ്ങനെ ക്ഷേത്രത്തെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഇനി നാം. കാവ് കഴിഞ്ഞ് ഒരല്പം വരുമ്പോഴേക്കും വഴി അവിടെ കാണുന്നതാണ് കരാഞ്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം മുഴുവനുമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നാം കണ്ട എല്ലാ കാഴ്ചയ്ക്കും ആ സൗന്ദര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ഈ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ കാഴ്ചകളിലും ഒരു ക്ഷേത്രത്തിൻ്റെ ദർശന സൗഭാഗ്യം കൂടി ഒത്തുചേർക്കുവാൻ പോകുന്നത് ആ ക്ഷേത്രഭൂമിയാണ്. അവിടേക്ക് ചെന്ന് ആ കാഴ്ചകൾ കാണാം. കൽവിളക്കും ബലിക്കല്ലുമായി ഒരു ക്ഷേത്രഭൂമി, ഒരു ഗ്രാമക്ഷേത്രഭൂമി അന്വേഷിച്ചു നിന്ന കരാഞ്ചിറയിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തി ക്ഷേത്രചരിത്രം മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ 2 മൂർത്തികൾ വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതായത് മഹാവിഷ്ണു മാത്രമല്ല, വേട്ടക്കരൻ സങ്കല്പം കൂടി ഈ ക്ഷേത്രഭൂമിയിലുണ്ട്. വടക്കൻ മലബാറിലൂടെ വടക്കൻ ദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് വേട്ടക്കരൻ സങ്കല്പങ്ങളും വേട്ടക്കരൻ കാവുകളുമൊക്കെ നാം ഏറെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ വടക്കൻ മലബാറിൽ നിന്ന് പലായനം ചെയ്തു വന്ന ഒരു ചരിത്രത്തിൻ്റെ ബാക്കിയായി തെക്കൻ ദേശങ്ങളിലും നാം വേട്ടക്കരൻ കാവുകൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരിയിലും കിഴക്കേക്കോട്ടയ്ക്ക് വളരെ ചേർന്ന് അതിപുരാതനമായൊരു വേട്ടക്കരൻ ക്ഷേത്രവുമുണ്ട്. ഈ വേട്ടക്കരൻ എന്ന സങ്കല്പത്തിനെക്കുറിച്ച് വളരെ ഏറെ പേർ 2 തരത്തിലാണ്, അതായത് വേട്ടക്കരൻ ശാസ്താവാണ് എന്നും അയ്യപ്പനാണ് എന്നും ശിവനാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സങ്കല്പങ്ങളിലും ധ്യാന ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനാകുന്നത് വേട്ടക്കരൻ എന്നത് കിരാതമൂർത്തിയാണ്. കിരാതമൂർത്തി എന്ന ശിവൻ തന്നെയാണ്. അങ്ങനെ വേട്ടക്കരൻ സങ്കല്പവും അതുപോലെ തന്നെ ചതുര ശ്രീകോവിലിൽ ദ്വാരപാലകരോടൊപ്പം മഹാവിഷ്ണു സങ്കല്പവും ശ്രീകൃഷ്ണ സങ്കല്പവും ഈ ക്ഷേത്രഭൂമിയിലുണ്ട്. അടുത്തടുത്തുള്ള 2 ശ്രീകോവിലുകളാണ് ഇവിടെയുള്ളത്. അതാണ് ഇവിടുത്തെ ഈ ഗ്രാമക്ഷേത്രത്തിൻ്റെ കാഴ്ച. ഇതാണ്. കേരളത്തിൽ ആദ്യകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രസിദ്ധങ്ങളായ 12 വേട്ടക്കരൻ കാവുകളാണത്രേ. ഈ 12 വേട്ടക്കരൻ കാവുകളിൽ ഒന്ന്
നശിക്കുവാൻ തുടങ്ങുന്ന കാലത്താണ് അവിടുത്തെ കാവിലെ പ്രതിഷ്ഠ ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടെ ഒരു വേട്ടക്കരൻ സങ്കല്പം ഉണ്ടായി വരികയും ചെയ്തത്. അതാണ് ക്ഷേത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇവിടെ വേട്ടക്കരൻ സങ്കല്പം വരുവാനുള്ള കാരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനാകുന്നത്. വേട്ടക്കരൻ പ്രതിഷ്ഠ ഇവിടെ ഉണ്ടായി വന്ന കാലം പറഞ്ഞല്ലോ. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മുടെ കാഴ്ചകളിൽ നിറഞ്ഞു നിന്നത് ഗ്രാമവും കുളവും തരണനെല്ലൂർ മനയുമൊക്കെയാണ്. ഈ തരണനെല്ലൂർ മനയുടെ പഴക്കത്തോളം ഇല്ല ക്ഷേത്രത്തിൻ്റെ പഴക്കമെന്നാണ് ചരിത്രപരമായി പറയുവാനാകുന്നത്. മനയിലെ കുടുംബക്കാരെല്ലാം താമസം തുടങ്ങിയതിന് ശേഷം പിന്നീടൊരു കാലത്താണ് ഈ ക്ഷേത്രം ഉണ്ടായി വരുന്നത് എന്നർത്ഥം. ഏതായാലും ഒരുപാട് കാഴ്ചകൾ കൊണ്ട് നാം മനസ്സിലാക്കിയത് ചരിത്രവും സംസ്കാരവും നമ്മുടെ പൈതൃകവുമാണ്. ഈ നന്മകൾ എപ്പോഴും ഹൃദയത്തിൽ ചേർന്ന് നിൽക്കട്ടെ എന്ന്, ഓരോ നാൾ കഴിയുന്നതിനോടൊപ്പം ആ നന്മകളും വളർന്ന് വലുതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിട വാങ്ങുന്നു. നമസ്കാരം.